പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിലെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നീ എടുക്കുക. സ്റ്റെയർ കേസ് മുഴുവൻ കണ്ടതിൻ്റെ അറ്റം വരെ കണ്ടിട്ട് നീ സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ എന്ന് വരാനിടയായില്ല കേട്ടോ. യു ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. മാർട്ടിൻ ലൂതർ കിങ് ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫെയ്ത്ത്. You don't have to see the whole staircase. Just take the first step. സ്തോത്രം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എപ്പോഴും അവിടെ വെയിറ്റിംഗ് ഉണ്ട്. എന്നാൽ മിക്കവർക്കും ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. C.S. ലൂയിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐ എം ഷുവർ ദാറ്റ് ഗോഡ് കീപ്സ് നോ വൺ വെയിറ്റിംഗ് അൺലെസ് ഹി സീസ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹിം ടു വെയിറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു നന്മയ്ക്കാണെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മെ വെയിറ്റ് ചെയ്യിക്കത്തുള്ളൂ. കർത്താവ് വെറുതെ നമ്മളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ തക്കവണ്ണം വിട്ടുകൊടുക്കത്തില്ല. നമുക്കതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തോട് പറയാം, കർത്താവേ, ഏതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് നീ അറിയുന്നു, അത് നീ എനിക്ക് വേണ്ടി ചെയ്യണമേ. ഹബക്കൂക്ക് 2:3 ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് പറയട്ടെ. ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നമ്മളെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതിന് വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടാറുണ്ടല്ലേ. എന്നാൽ ദൈവം നമുക്ക് തൻ്റെ സാന്നിധ്യം ആ കാലഘട്ടത്തിൽ തന്ന് അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന പ്രോമിസസിനെ ഓർമ്മിപ്പിച്ച് ഒന്നുകൂടെ അത് ഉറപ്പിക്കും. ഗോഡ് ഓഫൺ റീഇൻഫോഴ്സസ് ഹിസ് പ്രോമിസസ്. അത് എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവമാണ്. അത് ചിലപ്പോൾ അവൻ്റെ ഒരു ശബ്ദത്തിൽ കൂടിയായിരിക്കും, അവൻ്റെ ഒരു വാക്കിൽ കൂടിയായിരിക്കും, ചിലപ്പോൾ ഒരു വ്യക്തിയിൽ കൂടിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ വിശ്വാസം തന്ന് ഉറയ്ക്കുവാൻ തക്കവണ്ണം നാം ഇടയായിത്തീരും. നമ്മുടെ വിശ്വാസം ഒന്ന് ശക്തിപ്പെടണമെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോകണ്ട. എബ്രായ ലേഖനം 11 അധ്യായം ഒന്ന് വായിച്ചാൽ മതി. ഫെയ്ത്ത്, ഹോൾ ഓഫ് ഫെയിം, അങ്ങനെയാണ് ഹീബ്രൂസ് ചാപ്റ്റർ 11 കുറിച്ച് പറയുന്നത്. എന്താ ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത്? സ്ട്രഗിൾ ചെയ്തവരുണ്ട്, വെയിറ്റ് ചെയ്തവരുണ്ട്, വിശ്വാസത്താൽ ജീവിച്ചവരുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതുകളുടെ നിവൃത്തീകരണം കൊണ്ടുവന്നിട്ടുള്ള അനേക വ്യക്തികളെ അതിനകത്ത് കാണാം. അവിടെ നമുക്ക് അവിശ്വസനീയമായ സംഗതികളിൽ കൂടെ ജീവിതങ്ങൾ കടന്നു പോകുന്നത് കാണാം. എന്നിട്ട് അവസാനം എന്ത് പറ്റും? അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ്? ഒരു ന്യൂ ലെവൽ ഓഫ് ഇൻറ്റിമസി ദൈവവുമായി എക്സ്പീരിയൻസ് ചെയ്യുവാൻ, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വിശ്വാസത്താൽ നോഹ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചു അല്ലേ, അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. വിശ്വാസത്താൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ അബ്രഹാമിനും സാറായ്ക്കും ഒരു മകനെ ലഭിച്ചു. പുത്രോൽപാദനത്തിൻ്റെ ശക്തി നശിച്ച സമയമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ ചെറുപ്പത്തിൽ ജനിച്ചു എന്നല്ല പറയുന്നത്. പ്രൈസ് ഗോഡ്. യോസഫിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത്, വിശ്വാസത്താൽ ജോസഫ് മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ച് തൻ്റെ അസ്ഥികളെക്കുറിച്ചൊക്കെ കൽപ്പന കൊടുത്തു. പ്രൈസ് ഗോഡ്. എല്ലാത്തിനെയും യോസഫ് ഓവർകം ചെയ്തു. തന്നെ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച്, സ്ലേവറിയെക്കുറിച്ച്, കുറ്റാരോപണത്തെക്കുറിച്ച്, തടവറയിൽ കിടന്നതിനെക്കുറിച്ച് എല്ലാം. വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കരയിലെന്ന പോലെ ചെങ്കടൽ കടന്നു. ചെങ്കടൽ അവർക്ക് വേണ്ടി 2 സൈഡിലേക്കും മാറി നിന്നു അല്ലേ. സ്തോത്രം. എന്നിട്ട് വേറൊരു വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ യെരിഹോ മതിൽ, ആർക്കും തകർക്കാൻ പറ്റാത്ത എരിഹോ മതിൽ സ്തുതി കൊണ്ടും മാർപ്പ് കൊണ്ടും തകർത്ത് മുന്നേറുവാൻ കൊണ്ടമിടിയായി.
ഇവരെല്ലാം നമ്മളെപ്പോലുള്ള പച്ചയായ മനുഷ്യരാണ്. ഒരു വലിയ പെർഫെക്റ്റ് ആളൊന്നും അല്ലായിരുന്നു. അവർക്കും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഇൻഫിഡിലിറ്റീസ് ഉണ്ടായിരുന്നു, ഫ്ലോസ്, കുറവുകളുണ്ടായിരുന്നു, തെറ്റുകളുണ്ടായിരുന്നു, വീക്ക്നെസ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ക്ഷമയിൽ പിടിച്ചു നിന്നു. ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു, എഗെയിൻ ആൻഡ് എഗെയിൻ. അതെല്ലാം അവർക്ക് നന്മയ്ക്കായിട്ട് തീർന്നു. ബൈ ഫെയ്ത്ത് യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. കേട്ടോ കുഞ്ഞെ, നീ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ഞാൻ പറയട്ടെ, യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഇതിൽ കൂടെ നീ പുറത്തു വരും. നീ ഇതൊക്കെ ചിന്തിക്കണം. നീ തന്നെ ഫിഗർ ഔട്ട് ചെയ്താൽ നിനക്ക് മനസ്സിലാവും നിനക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന്. അത് നിൻ്റെ ലോജിക്ക് കൊണ്ടോ നിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടോ ഒന്നും പറ്റത്തില്ല. നിൻ്റെ പ്യുവർ ആയിട്ടുള്ള വിശ്വാസം കൊണ്ട് സാധിക്കാവുന്നതെല്ലാം ഉള്ളത്. നമുക്ക് ചില സംഗതികൾ മനസ്സിലായില്ലെങ്കിൽ നാം അതിൽ കൂടി പോയി കഴിയുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ആഴത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഫെയ്ത്ത് ഈസ് ഡെലിബറേറ്റ് കോൺഫിഡൻസ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ഹൂസ് വേയ്സ് യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് അറ്റ് ദ ടൈം. ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. പക്ഷേ പിന്നീട് നമുക്കത് മനസ്സിലാകുവാൻ തക്കവണ്ണം കഴിയും. സങ്കീർത്തനം 73:26, സാം 73:26 ഇങ്ങനെ പറയുന്നു, എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. സ്റ്റാൻലി ബാൾഡ്വിൻ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐ ആം വൺ ഓഫ് ദോസ് ഹു വുഡ് റാദർ സിങ്ക് വിത്ത് ഫെയ്ത്ത് ദാൻ സ്വിം വിതൗട്ട് ഇറ്റ്. വിശ്വാസമില്ലാതെ കടന്ന് നീന്തി കളിക്കുന്നതിനെ കഴിഞ്ഞ് എനിക്ക് നല്ലത് വിശ്വാസത്തോടെ ഞാൻ താഴോട്ടങ്ങ് മുങ്ങിപ്പോകുന്നതാണ്. സ്തോത്രം. വളരെ അർത്ഥവത്തായൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ കുഞ്ഞെ? നീ വിശ്വാസത്താൽ ജീവിച്ചിട്ട് നിൻ്റെ ജീവിതകാലത്ത് ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന പ്രോമിസ് ഫുൾഫില്ല് ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ? അതുകൊണ്ട് ദൈവം തൻ്റെ പ്രോമിസസ് കീപ്പ് ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ട് നീ ഈ ലോകത്തിൽ നിൻ്റെ സമയം സ്പെൻഡ് ചെയ്യുക. ദൈവവുമായ ഒരു ഇൻറ്റിമേറ്റ് ബന്ധത്തിലേക്ക് കടന്നു വാ. അവനെ സ്നേഹിക്കുന്നതിനും സെർവ് ചെയ്യുന്നതിനും ഒക്കെ സമയം കണ്ടെത്തുക. എല്ലാ ഡിസപ്പോയിൻമെൻറ്റ്സും കള. ഹബക്കൂക്ക് ഒരു നല്ല ടീച്ചറായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ജനറേഷന് പോലും അവനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. വെയിറ്റിംഗ് ടൈമിനെ ഒത്തിരി വലിയ നീണ്ടതായിട്ടൊന്നും അവൻ പറയുന്നില്ല. അവന് ഉയർത്തി പറയാനായിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം വിശ്വസ്തന. ഹബക്കൂക്ക് നമുക്ക് 3 ചെറിയ വാക്കുകൾ തരുന്നുണ്ട്. ആ വാക്കുകൾ ദൈവം നമ്മെ ഡെലിവറി ചെയ്യുന്നില്ലല്ലോ, നമുക്ക് പ്രോമിസ് ചെയ്ത ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ കുഞ്ഞെ നിനക്ക് ഓർത്തിരിക്കാൻ പറ്റിയതാണ് കേട്ടോ. നോ മാറ്റർ വാട്ട് യു മൈറ്റ് ബി ഗോയിങ് ത്രൂ, നെവർ ലെറ്റ് ഗോ ഓഫ് ദീസ് വേർഡ്സ്. ഈ 3 വാക്ക് നീ മറക്കരുത്. നിനക്ക് ദൈവത്തോട് ഒന്നുകൂടെ അടുക്കണമെങ്കിൽ, അവനെ മുറുകെ പിടിക്കണമെങ്കിൽ, നിൻ്റെ വിഷയത്തിന് ദൈവം വാഗ്ദത്തം ചെയ്ത വിഷയത്തിന് ഇന്നുവരെ വിടുതൽ കിട്ടിയില്ലെങ്കിൽ നീ ഈ 3 വാക്ക് മറക്കരുത്. ദൈവത്തിൻ്റെ അടുക്കൽ വളരുവാൻ അത് ഇടയാക്കും. 1, ബട്ട് ദ ലോഡ്. പ്രൈസ് ഗോഡ്. അതായത് നമ്മൾ ഹബക്കൂക്ക് 2:20 അത് കാണുന്നത്. എന്നാൽ യഹോവ. ഏത് കാര്യവും പറഞ്ഞിട്ട് കുഞ്ഞെ നിനക്കൊന്ന് പറയാൻ പറ്റുമോ? എന്നാൽ യഹോവ. പ്രൈസ് ഗോഡ്. ആ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, എന്നാൽ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ബട്ട് ദ ലോഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ, ലെറ്റ് ഓൾ ദ earth be silent before him. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയത്തില്ലെങ്കിൽ, നിൻ്റെ കൺട്രോള്
ഒരു വിഷയത്തിൻ്റെ മേലുള്ളതെല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് ഇടയായിപ്പോയെങ്കിൽ മനസ്സിലാക്കണം, ദൈവം അവിടെ ഉണ്ട്. കുഞ്ഞെ, നിൻ്റെ മുട്ട് വേദനിക്കുമ്പോൾ, നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നിൻ്റെ മുട്ട് വേദനിക്കുമ്പോൾ നീ സംശയിക്കല്ലേ കർത്താവ് കേൾക്കുന്നില്ലെന്ന്. ദൈവം അവിടെ ഉണ്ട്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ്, ദ ലോർഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ. ബട്ട് ദ ലോർഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ. ലെറ്റ് ഓൾ ദ എർത്ത് ബി സൈലൻറ്റ് ബിഫോർ ഹിം. 3 വാക്കുകൾ ഏതാ? ബട്ട് ദ ലോർഡ്, നമ്മുടെ ദൈവം, എന്നാൽ ദൈവം. 2, തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. 3, ഭൂലോകം അവൻ്റെ മുമ്പിൽ മൗനമായിരിക്കട്ടെ. അതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കണം. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭൂമി ഇളകിപ്പോയാലും സമുദ്രം കോപിച്ച് കലങ്ങിയാലും കർത്താവേ, പർവ്വതം അതിൻ്റെ മധ്യ അതിലേക്ക് വീണാലും ഒന്നും ഞങ്ങൾ കുലുങ്ങിപ്പോകത്തില്ല. ദൈവം ഞങ്ങളുടെ സങ്കേതമായിരുന്ന് ദൈവീയ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചിരുന്ന് കാണുവാൻ തക്കണം. ആയുസ്സാരോഗ്യവും ബലവും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കൊടുക്കുമാറാകണം. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.